സമ്മേളനം സംബന്ധിച്ച സംക്ഷിപ്ത വിവരണം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. ആകെ 12 ദിവസങ്ങളാണ് സഭ സമ്മേളിച്ചത്. ജനുവരി 20-ന് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഈ സമ്മേളനം ആരംഭിച്ചത്. 2026-27 വർഷത്തെ ബജറ്റ് ജനുവരി 29-ന് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. ജനുവരി 22, 27, 28 തീയതികളിലായി ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേൽ ചർച്ച നടന്നു. ഫെബ്രുവരി 2, 3, 4 തീയതികളിലായി ബജറ്റിന്മേലും പൊതു ചർച്ച നടന്നു. ഫെബ്രുവരി 5 മുതൽ 2 ആഴ്ച വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ ചേർന്ന് ധനാഭ്യർത്ഥനയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തു. ഈ സഭയിൽ അംഗമായിരുന്ന കാനത്തിൽ ജമീല നിര്യാണം സംബന്ധിച്ച റഫറൻസോടെ 2ാം ദിനം സഭ ഇരിക്കുകയുണ്ടായി. ബാബു എം പാലിശ്ശേരി, MR രഘുചന്ദ്രപാൽ, KK നാരായണൻ, PM മാത്യു, VK ഇബ്രാഹിം കുഞ്ഞ്, തോമസ് കുതിരവട്ടം, M മുരളി എന്നിവരുടെ നിര്യാണം സംബന്ധിച്ച റഫറൻസും ഈ സമ്മേളനത്തിൽ സഭ നടത്തുകയുണ്ടായി. 2026-27 വർഷത്തെ ധനാഭ്യർത്ഥനകളെ ചർച്ച കൂടാതെ സഭ പാസാക്കുകയുണ്ടായി. നിയമനിർമ്മാണത്തിൽ 2 ധനകാര്യ ബില്ലുകളും 2 ധനവിനിയോഗ ബില്ലുകളും ഉൾപ്പെടെ 9 ബില്ലുകൾ സഭ പാസാക്കി. സമ്മേളന കാലയളവിൽ ചട്ടം 50 പ്രകാരം സഭ പരിഗണിച്ച സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും ആരോഗ്യമേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന വിഷയത്തിന്മേൽ ഏക നോട്ടീസിന്മേൽ 2 മണിക്കൂറിലധികം സഭ ചർച്ച നടത്തുകയുണ്ടായി. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം സംബന്ധിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ചട്ടം 118 പ്രകാരമുള്ള 2 ഗവൺമെൻറ് ഉപക്ഷേപങ്ങൾ ഈ സഭാ സമ്മേളന കാലയളവിൽ ഐക്യകണ്ഠേന പാസാക്കുകയുണ്ടായി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനങ്ങൾ എന്ന വിഷയം സംബന്ധിച്ച് ചട്ടം 300 പ്രകാരം ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ഫെബ്രുവരി 5-ന് സഭയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. സമ്മേളന കാലയളവിൽ 11 ശ്രദ്ധ ക്ഷണിക്കലുകളും 75 സബ്മോഷനുകളും സഭ മുമ്പാകെ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു. സമ്മേളനത്തിലാകെ 481 രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും നിരവധി നിയമസഭാ കമ്മിറ്റികളുടേതായ 90 റിപ്പോർട്ടുകൾ സഭയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളന കാലത്ത് 7 ചോദ്യ ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുന്നതിനായി സ്റ്റാർഡ്, അൺസ്റ്റാർഡ് ആകെ 2902 ചോദ്യങ്ങൾക്കുള്ള നോട്ടീസുകളാണ് ലഭ്യമായത്. ഇതിൽ 11 എണ്ണം വിവിധ കാരണങ്ങളാൽ നിരസിക്കുകയും 12 എണ്ണം പിൻവലിക്കുകയും ചെയ്തു. ശേഷിച്ചവയിൽ 210 എണ്ണം സ്റ്റാർഡ് ചോദ്യങ്ങൾക്ക് ലിസ്റ്റിൽ 2670 എണ്ണം അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ ലിസ്റ്റിലും ഉൾപ്പെടുത്തി ആകെ 2880 ചോദ്യങ്ങൾ അച്ചടിച്ചു. ഇതിൽ സ്റ്റാർഡ് 210 ചോദ്യങ്ങൾക്കും അൺസ്റ്റാർഡ് 2996 ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ സമ്മേളന കാലത്ത് തന്നെ ഉത്തരം ലഭ്യമാക്കിയിട്ടുണ്ട്. 574 ചോദ്യങ്ങൾക്ക് മറുപടി ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ചോദ്യോത്തര വേളകളിൽ 26 ചോദ്യങ്ങൾ വാക്കാൽ മറുപടി പറയുന്നതിനായി പരിഗണിച്ചിട്ടുണ്ട്. 132 അവസരങ്ങളിലായി 157 ഉപചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി എന്നിവർ ഈ സമ്മേളനത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിനകം മറുപടി ലഭ്യമാക്കിയിട്ടുണ്ട്. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ നക്ഷത്രചിഹ്നമിടാത്ത ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവന ഈ സമ്മേളനത്തിൽ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. പതിനഞ്ചാം കേരള നിയമസഭയുടെ സംക്ഷിപ്തമാണ്. 2021 മെയ് 3-ാം തീയതി രൂപീകൃതമായി 24-ാം തീയതി ആദ്യ സമ്മേളനം തുടങ്ങിയ 15ാം കേരള നിയമസഭ അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിലേക്ക് കടക്കുകയാണ്. ഈ കാലയളവിൽ 16 സമ്മേളനങ്ങളിലായി ആകെ 204 ദിനങ്ങൾ സഭ സമ്മേളനിക്കുകയുണ്ടായി. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും ഭംഗിയായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ വിവിധ വിഷയങ്ങളിൽ കാമ്പുള്ള ചർച്ചകൾ ഈ സഭയിൽ ഉയർന്നു വരികയുണ്ടായി. നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന നിലയിൽ ജനോപകാരപ്രദമായ ഒട്ടേറെ ബില്ലുകൾ പാസ്സാക്കുന്നതിനും ഈ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. സമ്മേളന ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പാസ്സാക്കിയത് 15ാം കേരള നിയമസഭയാണെന്ന് തികച്ചും അഭിമാനാർഹമായ നേട്ടമാണ്. കൂടാതെ ഈ സഭയുടെ കാലത്ത് പ്രസിദ്ധീകരിച്ച ആകെ 195 ഗവൺമെൻറ് ബില്ലുകളിൽ 168 ബില്ലുകൾ പാസ്സാക്കാനും മറ്റുള്ളവ നിയമപരമായി ഒഴിവാക്കാനും സാധിച്ചെന്ന അപൂർവ നേട്ടവും എടുത്തു പറയേണ്ടതാണ്. 1ാം കേരള നിയമസഭ മുതൽ 13ാം കേരള നിയമസഭ വരെ റൂൾ 50 പ്രകാരം സഭ നിർത്തിവെക്കണമെന്ന ലക്ഷ്യത്തിന് ചർച്ച നടക്കുന്നത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന പ്രക്രിയയായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള 18 നോട്ടീസുകളിന്മേൽ ചർച്ചയ്ക്ക് സന്നദ്ധമായിക്കൊണ്ട് മറ്റൊരു മാതൃക സൃഷ്ടിക്കുന്നതിനും 15ാം കേരള നിയമസഭയ്ക്ക് സാധിച്ചു. 7ാം സമ്മേളനത്തിലെ 16ാം സമ്മേളനത്തിലും സഭ നിയന്ത്രിക്കുന്നതിനുള്ള ചെയർമാൻമാരുടെ 3-അംഗ പാനലിൽ വനിതാ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനവും പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. ഇത്തരത്തിൽ നേട്ടങ്ങൾക്കിടയിൽ വിവിധ കാരണങ്ങളാൽ ചില സമ്മേളനങ്ങൾ വെട്ടിച്ചുരുക്കിയത് കാരണം ആകെ സമ്മേളന ദിവസങ്ങളിൽ ചെറിയ കുറവുണ്ടായത് കാണാതെ പോകുന്നില്ല.
വർഷത്തിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ സമ്മേളിക്കുന്ന നിയമസഭ നിലയിൽ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് നമ്മുടെ നിയമസഭ. ഒരു വർഷത്തിൽ ശരാശരി 60 ദിവസങ്ങളെങ്കിലും സമ്മേളിക്കുന്നതിന് വരും കാലങ്ങളിൽ കേരള നിയമസഭ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 15ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 140 അംഗങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PT തോമസ്, വായൂർ സോമൻ, കാനത്തിൽ ജമീൽ എന്നിവർ അകാലത്തിൽ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിയായിരുന്ന ശ്രീ K. രാധാകൃഷ്ണൻ അംഗമായിരുന്നു. ഷാഫി പറമ്പിൽ മറ്റൊരു പാർട്ടിയിൽ അംഗത്വമെടുത്ത ശ്രീ PV അൻവറും തങ്ങളുടെ നിയമസഭാംഗത്വം രാജിവെക്കുകയുണ്ടായി. കോടതി വിധിയെ തുടർന്ന് ഈ സഭയിൽ അംഗമായിരുന്ന ശ്രീ ആന്റണി രാജു ജനപ്രാതിനിധ്യ നിയമം പ്രകാരം അയോഗ്യനാക്കപ്പെടുകയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ 5 പേർ ഇക്കാലയളവിൽ സഭയിലേക്ക് കടന്നു വരികയുണ്ടായി. സഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ പീരുമേട്, കൊയിലാണ്ടി, തിരുവനന്തപുരം എന്നീ 3 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. 15ാം കേരള നിയമസഭയുടെ 1 മുതൽ 16 വരെയുള്ള സമ്മേളനങ്ങളിൽ 204 ദിവസങ്ങളിലായി 1188 മണിക്കൂർ 39 മിനിറ്റാണ് സഭ ആകെ സമ്മേളിച്ചത്. ചില ദിവസങ്ങളിൽ സഭ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു ദിവസം ശരാശരി 6 മണിക്കൂറും സഭ ചേരാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. നിയമനിർമ്മാണത്തിനായി 270 മണിക്കൂർ 39 മിനിറ്റ്, ധനകാര്യത്തിനായി 279 മണിക്കൂർ 55 മിനിറ്റ് ഈ കാലം വിനിയോഗിക്കുകയുണ്ടായി. നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയ ചർച്ചയ്ക്കായി 64 മണിക്കൂർ 58 മിനിറ്റ്, ചോദ്യോത്തരവേളക്കായി 162 മണിക്കൂർ 36 മിനിറ്റ്, ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസിനായി 53 മണിക്കൂർ 23 മിനിറ്റ്, സബ്മിഷൻസിനായി 117 മണിക്കൂറും 18 മിനിറ്റും സഭ സമയം ചെലവഴിച്ചിട്ടുള്ളതായി ശ്രദ്ധേയമാണ്. റൂൾ 50 അനുസരിച്ചുള്ള ഉപക്ഷേപത്തിന്മേൽ അവതരണ അനുമതിക്കായി 107 മണിക്കൂറും 51 മിനിറ്റും സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയ്ക്കായി 51 മണിക്കൂറും 11 മിനിറ്റും വിനിയോഗിക്കുകയുണ്ടായി. കേരള നിയമസഭ ചരിത്രത്തിൽ ഒരു KLയിലും റൂൾ 50 പ്രകാരമുള്ള ചർച്ചയ്ക്കായി ഇത്രയും സമയം നീക്കിവെച്ചത് നടാടെയാണ്. അത്തരമുള്ള ചർച്ചകൾക്ക് സന്നദ്ധമായ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ നേട്ടമാണ്. എന്നാൽ അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി ഈ സഭയുടെ കാലത്ത് 12 വെള്ളിയാഴ്ചകളിലായി 14 മണിക്കൂർ 18 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ സാധിച്ചുള്ളെന്നത് ഒരു ന്യൂനതയായി ചെയർ വിലയിരുത്തുന്നു. നയപ്രഖ്യാപന പ്രസംഗങ്ങൾ. കേരള ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ 4 പ്രാവശ്യവും ഇപ്പോൾ ഗവർണറായ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 2 പ്രാവശ്യവും 15ാം കേരള നിയമസഭ അഭിസംബോധന ചെയ്തുകൊണ്ട് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയുണ്ടായി. 2024 ജനുവരി 25 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ആദ്യത്തെയും അവസാനത്തെയും ഖണ്ഡിക മാത്രം വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു തുടങ്ങി നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമായി അത് മാറി. മന്ത്രിസഭ തയ്യാറാക്കി നൽകുന്ന പ്രസംഗം അതേപടി വായിക്കുക എന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ കടമയാണെങ്കിൽ 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ചില ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലും നടത്തിയത് മുഖ്യമന്ത്രി സഭയെ അറിയിക്കുകയും മന്ത്രിസഭ അംഗീകരിച്ച് നയപ്രഖ്യാപനം ആധികാരികമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയറിൻ്റെ കൂടെ അനുമതിയോടെ സഭ അത് അംഗീകരിക്കുകയും ചെയ്തു. തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അതേ രൂപത്തിൽ മാത്രമേ സഭാരേഖകൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ സഭയ്ക്ക് നൽകിയ സന്ദേശം ഐക്യകണ്ഠേന നിരാകരിച്ചുകൊണ്ട് സഭയുടെ കീഴ്വഴക്കവും പരമാധികാരവും ഉയർത്തിപ്പിടിക്കാനും ഈ സഭ തയ്യാറായി എന്നത് അഭിമാനാർഹമായ കാര്യമാണ്. ചോദ്യോത്തരവേള. എക്സിക്യൂട്ടീവിന് നിയമസഭയുടെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള അവിഭാജ്യ ഘടകമെന്ന നിലയിൽ നിയമസഭാ നടപടിക്രമങ്ങളുടെ ചോദ്യോത്തരവേളയ്ക്ക് സുപ്രധാന പങ്കുണ്ട്. നിയമസഭാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായ വേദിയായ ചോദ്യോത്തരവേള നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. നിയമസഭയുടെ കാലയളവിൽ 69,086 നോട്ടീസുകൾ ചോദ്യമായി അംഗീകരിക്കപ്പെട്ടു. അതിൽ 5,160 ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളുടെ ലിസ്റ്റിലും 62,882 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തി. ആകെ 67,832 ചോദ്യങ്ങൾ അച്ചടിക്കുകയുണ്ടായി. അതോടൊപ്പം 4 അടിയന്തര ചോദ്യങ്ങളും അനുവദിച്ചു. എല്ലാ അടിയന്തര ചോദ്യങ്ങൾക്കും നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾക്കും ഇതിനകം മറുപടി ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നക്ഷത്രചിഹ്നമിടാത്ത 2,992 ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി ലഭിക്കാനുണ്ട്. ചോദ്യോത്തരവേളയിൽ 672 ചോദ്യങ്ങൾ സഭാതലത്തിൽ പരിഗണിക്കപ്പെടുകയും 5,126 ഉപചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ അംഗങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. നിയമസഭാ ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭ്യമാക്കുന്നതിൽ ജാഗ്രത കാണിച്ച മന്ത്രിമാരെ ചെയർ പ്രത്യേകം അനുമോദിക്കുന്നു. ഭാവിയിൽ എല്ലാ മന്ത്രിമാരെയും മാതൃക പിന്തുടരട്ടെ എന്ന് ചെയർ ആഗ്രഹിക്കുന്നു. ഇത്തരം മാതൃകകൾ നമ്മുടെ ജനാധിപത്യത്തെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് കരുതുന്നില്ല. ശൂന്യവേള. അടിയന്തര സ്വഭാവമുള്ളതും പൊതുപ്രാധാന്യമുള്ളതുമായ ജനകീയ പ്രശ്നങ്ങളിലേക്ക് ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് അംഗങ്ങൾ നൽകുന്ന ചട്ടം 62 പ്രകാരമുള്ള 313 ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസുകളും തങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ പൊതുപ്രാധാന്യമർഹിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ചട്ടം 304 പ്രകാരമുള്ള 1,824 സബ്മിഷനുകളും 15ാം കേരള നിയമസഭയുടെ കാലയളവിൽ പരിഗണിക്കുകയുണ്ടായി. വിവിധ സ്റ്റാറ്റ്യൂട്ടുകൾ പ്രകാരം സഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതായ 6,879 ഔദ്യോഗിക രേഖകളാണ് കേരള സഭയുടെ മേശപ്പുറത്ത് വെക്കപ്പെട്ടത്. അപ്രകാരം സഭയുടെ മേശപ്പുറത്ത് വെച്ച 17 ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനായി നോട്ടീസ് ലഭിച്ചതിൽ 11 എണ്ണത്തിലും സഭാതലത്തിൽ തന്നെ ഭേദഗതി വരുത്തുകയുണ്ടായി. സഭ നൽകിയ അധികാരം വിനിയോഗിച്ചുകൊണ്ട് സർക്കാർ നിർമ്മിക്കുന്ന ചട്ടങ്ങൾ നിയമസഭ പാസാക്കിയ മൂലനിയമങ്ങൾക്ക് അനുസൃതവും കുറ്റമറ്റതുമാണെന്ന കാര്യം ഉറപ്പാക്കുന്നതിനുള്ള
ജാഗ്രതയുള്ള ഇടപെടൽ പ്രശംസനീയവും അനുകരണീയവുമായ മാതൃകയെ വിലയിരുത്തുന്നു. ചരമോപചാരം. ഈ സഭയിൽ അംഗങ്ങളായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 4 പേർ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ, മുൻ സ്പീക്കർമാർ, മുൻ മന്ത്രിമാർ, മുൻ അംഗങ്ങൾ, പ്രമുഖ ദേശീയ നേതാക്കൾ എന്നിവരുൾപ്പെടെ 75 പ്രമുഖ വ്യക്തിത്വങ്ങൾ, 2021 ഒക്ടോബറിൽ അപ്രതീക്ഷിത മഴക്കെടുതിയും പ്രക്ഷോഭം മൂലമുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടവർ, 2024 ഒക്ടോബറിൽ വയനാട് വെലങ്ങാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർ എന്നിവരുടെ ദേഹവിയോഗത്തിലും സഭ ദുഃഖം രേഖപ്പെടുത്തുകയും ഉപചാരം അർപ്പിക്കുകയും ചെയ്തു. സഭാ സമിതികൾ. നിയമസഭാ സമിതികളുടെ പ്രവർത്തനത്തിൻ്റെയും ഘടനയുടെയും അടിസ്ഥാനത്തിൽ ധനകാര്യ സമിതികളെന്നും സബ്ജക്റ്റ് കമ്മിറ്റികളെന്നും ഇതര സമിതികളെന്നും തരംതിരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ സമിതിയും ഏറെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ കാഴ്ചവെച്ചത് എന്ന് കാണാവുന്നതാണ്. ധനകാര്യ സമിതികളായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി 102 റിപ്പോർട്ടുകളും, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി 36 റിപ്പോർട്ടുകളും, ലോക്കൽ ഫണ്ട്സ് കമ്മിറ്റി 82 റിപ്പോർട്ടുകളും, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി 84 റിപ്പോർട്ടുകളും ഈ കാലയളവിൽ സഭയിൽ സമർപ്പിക്കുകയുണ്ടായി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഒരു സഭാ കാലയളവിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് ഇത്തവണയാണ്. ലോക്കൽ ഫണ്ട്സ് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഉണ്ടായിരുന്ന ഭീമമായ കുടിശ്ശിക സമിതിയുടെ നിരന്തരവും കാര്യക്ഷമമായ നടപടികളോട് തീർക്കാൻ സാധിച്ചത് സന്തോഷകരമാണ്. പ്രസ്തുത സമിതികൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീമതി കെ ശൈലജ ടീച്ചർ, ശ്രീ ടി പി രാമകൃഷ്ണൻ, ചെയർപേഴ്സൺമാരായ ശ്രീ സണ്ണി ജോസഫ്, ഇ ചന്ദ്രശേഖരൻ എന്നിവരെ ചെയർ പ്രത്യേകമായി അനുമോദിക്കുന്നു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച സമിതി 25 റിപ്പോർട്ടുകളും മേശപ്പുറത്ത് വെച്ച് കടലാസുകളും സംബന്ധിച്ച സമിതി 22 റിപ്പോർട്ടുകളും സഭയിൽ സമർപ്പിക്കുകയുണ്ടായി. 9ാം കേരള നിയമസഭയുടെ കാലത്ത് രൂപീകരിക്കപ്പെട്ട മേശപ്പുറത്ത് വെച്ച കടലാസുകൾ സംബന്ധിച്ച സമിതി അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതും ഈ സഭയുടെ കാലത്താണ്. 2 സമിതികളുടെയും ചെയർപേഴ്സൺമാരായ ശ്രീമതി യു പ്രതിഭ, പി സി വിഷ്ണുനാഥ്, ശ്രീ ടി പി രാമകൃഷ്ണൻ എന്നിവരെയും ചെയർ അനുമോദിക്കുന്നു. അതുപോലെ പതിവ് റിപ്പോർട്ടുകൾക്ക് പുറമെ സ്പെഷ്യൽ റിപ്പോർട്ടുകൾക്കും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ലുകളിന്മേൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റികളും മികച്ച പ്രവർത്തനമാണ് ഈ സഭയുടെ കാലത്ത് കാഴ്ചവെച്ചത്. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സമിതികൾ അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചെയർ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. നിയമസഭാ സമിതികളുടെ പ്രവർത്തനത്തിലൂടെ സർക്കാരിൻ്റെ കാര്യനിർവഹണത്തിൽ ന്യൂനതകളുണ്ടെങ്കിൽ കണ്ടെത്തുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും കഴിയുകയായി അംഗങ്ങൾക്ക് ഭരണകാര്യത്തിൽ പങ്കാളിത്തം ലഭ്യമാക്കുകയാണ്. എന്നാൽ വിവിധ സമിതി യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുന്ന കാര്യത്തിൽ നല്ലൊരു ശതമാനം അംഗങ്ങളുടെ ഭാഗത്തു നിന്നും നിരന്തര വീഴ്ച വന്നിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്ന് ചെയർ പ്രതീക്ഷിക്കുന്നു. എഡ്ഹോക് സമിതിയും സെലക്ട് കമ്മിറ്റികളും 15ാം കേരള നിയമസഭയുടെ 2021 കേരള പൊതുജനാരോഗ്യ ബിൽ, 2021 കേരള സഹകരണ സംഘം ഭേദഗതി 3ാം ഭേദഗതി ബിൽ, 2022 കേരള കന്നുകാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണ മിശ്രിതം ഉൽപ്പാദനം വിൽപ്പന നിയന്ത്രിക്കൽ ബിൽ, 2023 കേരള പൊതുരേഖാ ബിൽ എന്നിവയുടെ പരിഗണനയ്ക്കും റിപ്പോർട്ടിന്മേൽ 4 സെലക്ട് കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി. കൂടാതെ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിലേക്കായി 2021 ആഗസ്റ്റ് 25 ബഹുമാനപ്പെട്ട പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അധ്യക്ഷനായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് 2023 ആഗസ്റ്റ് 9 സഭയിൽ സമർപ്പിച്ചു. പ്രസ്തുത അഡ്ഹോക് കമ്മിറ്റി ശുപാർശയിൽ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണം സംബന്ധിച്ച ചട്ടങ്ങൾ മലയാള പരിഭാഷ ആധികാരിക രേഖ അംഗീകരിക്കപ്പെടുന്ന ശുപാർശകൾ സമർപ്പിക്കാൻ ശ്രീ മാത്യു ടി തോമസ് അധ്യക്ഷനായി വിദഗ്ധ സമിതി സ്പീക്കർ രൂപീകരിക്കുകയുണ്ടായി. എൽജോൺമെൻറ്റ് മോഷൻ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ സ്വതന്ത്ര പരിഭാഷ ഉപയോഗിച്ചു വന്നിരുന്ന അടിയന്തര പ്രമേയം എന്ന പ്രയോഗത്തിന് പകരം നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്ന ഭേദഗതി ഉൾപ്പെടെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ 5ാം ഖണ്ഡികയിലും ശുപാർശ ചെയ്തിരുന്ന ഭേദഗതി 2024 ജൂൺ 20 പ്രാബല്യം നൽകി അംഗീകരിക്കുകയും മറ്റ് ശുപാർശകളും ചട്ടങ്ങൾ സംബന്ധിച്ച സമിതിയുടെ കൂടി പരിശോധനയ്ക്ക് ശേഷം നടപ്പാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. നിയമനിർമ്മാണം. 15ാം കേരള നിയമസഭയുടെ 29 ധനവിനിയോഗ ബില്ലുകൾ ഉൾപ്പെടെ 168 ബില്ലുകൾ പാസാക്കിക്കൊണ്ട് ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് നിയമനിർമ്മാണ രംഗത്ത് നടത്തിയിട്ടുള്ളത്. സഭ പാസാക്കിയ സുപ്രധാന നിയമങ്ങൾ ചിലത് ഇനി പറയുന്നവയാണ്. 2021 കേരള സാംക്രമിക രോഗ ബിൽ, 2021 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാല ബിൽ, 2021 കേരള സഹകരണ സംഘം 2ാം ഭേദഗതി ബിൽ, 2021 കേരള സംസ്ഥാന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബിൽ, 2021 കേരള മത്സ്യലേലവും വിപണനവും ഗുണനിലവാരവും പരിപാലനവും ബിൽ, 2021 കേരള പൊതുജനാരോഗ്യ ബിൽ, 2023 കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളും അക്രമവും സ്വത്തിനുമുള്ള നാശവും തടയൽ ഭേദഗതി ബിൽ, 2022 കേരള കന്നുകാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണ മിശ്രിത ഉൽപ്പാദനവും വിൽപ്പനവും നിയന്ത്രിക്കൽ ബിൽ, 2023 കേരള പൊതുരേഖാ ബിൽ, 2023 കേരള ഗവൺമെൻറ് ഭൂമി വധിച്ചുകൊടുക്കൽ ഭേദഗതി ബിൽ, 2024 പ്രവാസി കേരള ക്ഷേമ ഭേദഗതി ബിൽ, 2023 കേരള കന്നുകാലി പ്രചരണ ബിൽ,
2024 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ, 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ, 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ, 2025 കേരള ഏകകട കിടപ്പാട സംരക്ഷണ ബിൽ, 2025 കേരള സ്വകാര്യ കൈവശത്തിന്മേൽ അധികഭൂമി ക്രമവൽക്കരണ ബിൽ, 2025 കേരള വനം ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ, 2025 മലയാള ഭാഷാ ബിൽ, 2025 കേരള പൊതു സേവനാവകാശ ബിൽ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, 2025 ജന്തുക്കളോടുള്ള ക്രൂരത തടയൽ കേരള ഭേദഗതി ബിൽ, 2026 കേരള നേറ്റിവിറ്റി ബിൽ കാർഡ് ബിൽ. വിവിധ സമ്മേളനങ്ങളിൽ കേരള നിയമസഭ പാസാക്കിയ ജനോപകാരപ്രദവും കാലിക പ്രസക്തിയുള്ളതായ 13 ബില്ലുകൾക്ക് വ്യക്തവും യുക്തിഭദ്രവുമായ വിശദീകരണം നൽകാതെ ഗവർണർ അനുമതി വൈകിപ്പിക്കുന്നു എന്നത് ഇത്തരണത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. ഔദ്യോഗിക കാര്യങ്ങൾ. ഔദ്യോഗിക ബില്ലുകളിൽ 150 എണ്ണത്തിന് സഭയിൽ അവതരണാനുമതി ആവശ്യപ്പെടുന്നതിന് സൗകര്യം ലഭിക്കുകയുണ്ടായി. അതിൽ 40 എണ്ണവും ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ് അവതരിപ്പിച്ചവയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. നിയമനിർമ്മാണം ആവശ്യമായ പ്രത്യേക വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെട്ട് കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മാതൃകപരമായ പ്രവർത്തനം അഭിനന്ദനീയമാണ്. മുൻ നിയമസഭകളിലെന്ന പോലെ അനൗദ്യോഗിക കാര്യത്തിനായി വേണ്ടത്ര സമയം ലഭ്യമാകുന്നില്ലെന്ന പരാതിക്ക് 15ാം കേരള നിയമസഭയുടെ കാലത്തും പരിഹാരമുണ്ടായിട്ടില്ല എന്നതാണ് കാണുന്നത്. 15ാം കേരള നിയമസഭ 16 സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിൽ 10 സമ്മേളനങ്ങൾ യാതൊരുവിധ അനൗദ്യോഗിക കാര്യങ്ങളും നിർവഹിക്കാൻ സാധിച്ചില്ല. കൂടുതൽ സമയം അനൗദ്യോഗിക കാര്യങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വെള്ളിയാഴ്ചകളിൽ അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ റൂൾ 50 ഒഴിവാക്കണമെന്ന നിർദ്ദേശം ചെയർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വരും നാളുകളിലെങ്കിലും അനൗദ്യോഗിക കാര്യത്തിനായി വിനിയോഗിക്കേണ്ട സമയം നഷ്ടപ്പെടാതെ അക്കാര്യങ്ങൾക്ക് മാത്രമായി തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രമേയങ്ങൾ. ചട്ടം 23 അനുസരിച്ചുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമവും ചട്ടം 118 അനുസരിച്ചുള്ള 17 ഗവൺമെൻറ് പ്രമേയങ്ങളും ഈ കാലയളവിൽ സഭ പാസാക്കുകയുണ്ടായി. ചർച്ചകൾ. നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേട് സംബന്ധിച്ച് ചട്ടം 130 അനുസരിച്ച് സഭ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 725 അനുസരിച്ച് സബ്സ്റ്റാൻറ്റീവ് മോഷൻ സഭ പാസാക്കുകയും ചെയ്തു. സഭാ നടപടികൾ നിർത്തിവെക്കണം ആവശ്യപ്പെടുന്ന ചട്ടം 50 അനുസരിച്ചുള്ള 18 വ്യത്യസ്ത പ്രമേയങ്ങൾ സഭ ചർച്ച ചെയ്യുകയുണ്ടായി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉപക്ഷേപത്തിനുള്ള ചർച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ഐക്യണ്ഠേന പാസാക്കിയെന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. 1ാം കേരള നിയമസഭ മുതൽ നാളുകളുടെ ചരിത്രത്തിൽ ചട്ടം 50 അനുസരിച്ചുള്ള 48 നോട്ടീസുകളാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ പകുതിയും 24 എണ്ണം 15 കേരള നിയമസഭയുടെ കാലത്താണെന്ന് എടുത്തു പറയേണ്ടതാണ്. നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യത്തിൻ്റെ മറുപടിയിൽ നിന്ന് ഉളവായ പൊതുപ്രാധാന്യമുള്ള വിഷയത്തെ സംബന്ധിച്ച് ചട്ടം 49 പ്രകാരമുള്ള അരമണിക്കൂർ ചർച്ച 11ാം സമ്മേളനത്തിൽ 2024 ജൂൺ 25 കാര്യവര പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും സഭാ നടപടി തടസ്സപ്പെടുന്നതിനാൽ പരിഗണിക്കാൻ സാധിച്ചില്ല. 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ചർച്ച പരിഗണിച്ചതെന്ന് മനസ്സിലാകുമ്പോഴാണ് പ്രസ്തുത ചർച്ച നടക്കാതിരുന്നത് നിർഭാഗ്യമായും തോന്നലുണ്ടാവുന്നത്. ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന. 14ാം കേരള നിയമസഭയുടെ കാലയളവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചട്ടം 300 പ്രകാരം 12 പ്രസ്താവന സഭയിൽ നടത്തുകയുണ്ടായി. ധനകാര്യം. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ 6 ബജറ്റുകളാണ് ഇക്കാലത്ത് സഭയിൽ അവതരിപ്പിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗങ്ങൾ 4ാമത്തെ ബജറ്റ് പ്രസംഗമാണ് അവസാന സമ്മേളനത്തിൽ ജനുവരി 29 അദ്ദേഹം ഈ സഭയിൽ നടത്തിയത്. പുതിയ സാമ്പത്തിക വർഷത്തെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന ബജറ്റ് സമ്പൂർണ്ണമായി പാസ്സാക്കുന്ന രീതി കേരള നിയമസഭയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. സാധാരണയായി വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കിയതിനു ശേഷം സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യം 4 മാസത്തിൽ അവസാനത്തിൽ മാത്രമേ പൂർണ്ണമായി ബജറ്റ് പാസ്സാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കേരള നിയമസഭയിൽ 1964, 68, 69, 72, 75, 2005, 2018, 2020 എന്നിങ്ങനെ വർഷങ്ങളിലായി 8 തവണയാണ് സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കിയിരുന്നത്. എന്നാൽ 15ാം കേരള നിയമസഭയുടെ കാലയളവിൽ 2023, 2025, 2026 എന്നീ വർഷങ്ങളിലായി 3 തവണ സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കാൻ കഴിഞ്ഞു എന്ന് സവിശേഷത കൂടിയുണ്ട്. സന്ദർശകർ. ഈ കാലയളവിൽ DV ഗാലറി 22,625, സ്പീക്കേഴ്സ് ഗാലറിയിൽ 9,729, പബ്ലിക് ഗാലറിയിൽ 29,906 ഉൾപ്പെടെ 42,260 സന്ദർശകർ നിയമസഭാ നടപടികൾ വീക്ഷിക്കാനെത്തി. സഭാ ടിവിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിലും സാങ്കേതിക സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും മികച്ച ഇടപെടലാണ് ഇക്കാലയളവിൽ നടത്തിയത്. നിയമസഭാ നടപടിക്രമങ്ങൾക്ക് മറ്റു ചാനലുകൾക്കും ലഭ്യമാക്കുന്നതിനൊപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി നേരിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതിലേക്കും സഭാ ടി വി ഇതിനകം വളർന്നു കഴിഞ്ഞു. സഭാ ടി വി യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1,10,000 കടന്നു. തനത് പരിപാടികൾക്ക് സഭാ ടി വി എക്സ്ക്ലൂസീവ് എന്ന പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയുണ്ടായി. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം പ്രചരിപ്പിക്കുന്നതിലും ജനപ്രിയമാക്കുന്നതിലും സഭാ ടി വി മികച്ച സംഭാവനയാണ് നൽകിയത്. കെ ലാംസ്. പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച്
പൊതുജനങ്ങൾക്ക് വിശിഷ്യ യുവജനങ്ങൾ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കാലംസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് വിപുലീകരിച്ച് PG ഡിപ്ലോമ ഇൻ പാർലമെന്ററി സ്റ്റഡീസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന പാർലമെന്ററി സ്റ്റഡീസ് എന്ന കോഴ്സുകൾ ആരംഭിച്ചു. പ്രസ്തുത കോഴ്സുകളിലേക്ക് മികച്ച പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്നും ലഭിച്ചു വരുന്നത്. 15ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ MB രാജേഷ് മന്ത്രിയായതിനെ തുടർന്ന് 2022 സെപ്റ്റംബർ 12 ചെയർ സ്പീക്കറുടെ ചുമതല ഏറ്റെടുക്കുന്നത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് ബിസിനസ്സുകൾ നടത്തിയെടുക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം പരമാവധി നിർവഹിക്കുന്നതിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. തന്റെ മുൻഗാമിയായ ശ്രീ MB രാജേഷ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്തിക്കുവാനും ഒട്ടേറെ നവീനോദ്യമങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനും സാധിച്ചിട്ടുണ്ട്. പൊതുവായ നേട്ടങ്ങൾ: 2022 മെയ് 26-27 തീയതികൾ കേരള നിയമസഭ ഓൾ ഇന്ത്യ വിമൻസ് ലെജിസ്ലേച്ചേഴ്സ് കോൺഫറൻസ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താദ്യമായാണ് പാർലമെന്റിനെയും സംസ്ഥാന നിയമസഭാ നിർമ്മാണ സഭകളെയും വനിതാ സാമാജികരുടെയും ഒരു കോൺഫറൻസ് ഇത്രയും വിപുലമായി സംഘടിപ്പിക്കപ്പെട്ടത്. 15ാം കേരള നിയമസഭയുടെ 6ാം സമ്മേളനത്തിൽ ആദ്യ ദിവസമായ 2022 ആഗസ്റ്റ് 22 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 സംവത്സരങ്ങളുമായി ബന്ധപ്പെട്ട് അനുസ്മരണം സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നിയമസഭാ ലൈബ്രറിയിൽ അംഗത്വ കേരള പർവ്വദിനം 2022 നവംബർ 1 മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് പുതിയൊരു അധ്യായത്തിന് കേരള നിയമസഭ തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സാധാരണക്കാർക്കും നിയമസഭാ ലൈബ്രറിയിൽ അമൂല്യമായ പുസ്തക ശേഖരം പ്രയോജനപ്പെടുത്താനും ചരിത്രപരമായ തീരുമാനത്തിലൂടെ സാധ്യമായി. നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം 2023 മെയ് 22 ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖർ നിർവഹിച്ചു. നിയമസഭാ പരിസര നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സന്ദർശനത്തിൽ അദ്ദേഹം നിർവഹിച്ചു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നിയമസഭാ ലൈബ്രറി ശതാബ്ദി ആഘോഷങ്ങളുടെ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി 2023 തുടക്കമിട്ട KLIBF കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ 4 പതിപ്പുകൾ പിന്നിട്ട മറ്റൊരു കേരള മാതൃകയെ രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നോബൽ ബുക്കർ പ്രൈസ് ജേതാക്കളും ദേശീയ അന്തർദേശീയ പ്രതിഭകളും അണിനിരന്ന പുസ്തകോത്സവങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ളതായ പ്രസാധകരുടെയും വൻ ബഹുജന പങ്കാളിത്തത്തിൻ്റെയും വേദിയായി മാറി. പോരായ്മകൾ മനസ്സിലാക്കി ഓരോ പതിപ്പും കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് സാധിച്ചു. 3ാം പതിപ്പ് മുതൽ ആരംഭിച്ച സ്റ്റുഡൻസ് കോർണർ 4ാം പതിപ്പിൽ കൂടുതൽ ശ്രദ്ധേയമായി കാഴ്ച പരിമിതർക്കായി പ്രത്യേക സ്ഥലമൊരുക്കിയും വടക്കൻ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യം തലസ്ഥാനത്തിൽ പരിചയപ്പെടുത്തിയും അക്ഷരോത്സവത്തിന്റെ 4ാം പതിപ്പ് കൂടുതൽ ജനകീയവും വർണ്ണാഭവുമായി സംഘടിപ്പിക്കാൻ സാധിച്ചു. വൈകുന്നേരങ്ങളിൽ മെഗാഷോകൾ ജനസാഗരമായി. പുസ്തകോത്സവങ്ങൾ കാലയളവിൽ നിയമസഭാ മന്ദിരം നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കലാസാഹിത്യ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ മഹത് പ്രതിഭകളെ ആദരിക്കുന്നതിനായി നിയമസഭ അവാർഡ് ഏർപ്പെടുത്തി. മലയാള സാഹിത്യത്തെ വിശ്വോത്തരമാക്കിയ T പത്മനാഭൻ, MT വാസുദേവൻ നായർ, M മുകുന്ദൻ, NS മാധവൻ എന്നിവർ 3-4 പതിപ്പുകളായി നിയമസഭ അവാർഡിന് അർഹരായി. 2025 ഇന്ത്യൻ സ്വതന്ത്ര റിപ്പബ്ലിക്കായി 75 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ് പൂർണ്ണമായും മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുവാനുള്ള ഉദ്യമത്തിന് കേരള നിയമസഭ തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ആദ്യമാണ് നിയമസഭ പ്രാദേശിക ഭാഷയിലേക്ക് രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സംവാദങ്ങൾ വിവർത്തനം ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. ഗവേഷകർക്കും സാധാരണക്കാർക്കും ഭരണഘടനാ രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കിയ ചർച്ചകൾ ഭാഷാ സങ്കീർണതകളുടെ തടസ്സമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള പ്രസ്തുത യജ്ഞം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനകം 6 വാല്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 7 വാല്യങ്ങളുടെ പ്രസിദ്ധീകരണം 15ാം കേരള നിയമസഭയുടെ ശേഷിക്കുന്ന കാലയളവിൽ പൂർത്തീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചകളുടെ മലയാള പരിഭാഷ ആദ്യ വാല്യം ഉൾപ്പെടെ നിയമസഭ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രകാശനത്തോടൊപ്പം മുൻ നിയമസഭാ സാമാജികരുടെയും മുൻ നിയമസഭാ ജീവനക്കാരുടെയും കൂട്ടായ്മ നിലയിൽ 2025 ജൂൺ 24 മെമ്പേഴ്സ് ലോഞ്ചിൽ സംഘടിപ്പിച്ച പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന പരിപാടി അക്ഷരാർത്ഥത്തിൽ ഗതകാല സ്മരണകളുടെ സംഗമ ഭൂമിയായി. 25 വർഷം പൂർത്തിയാക്കിയ സാമാജികർ, മുൻ ജീവനക്കാർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ സാമാജികരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത അനുഭവമായി ഈ പരിപാടി മാറി. ആദ്യ മുഖ്യമന്ത്രിയും ആധുനിക കേരള ശില്പിയുമായ EMS നമ്പൂതിരിപ്പാടിന്റെ സ്മരണാർത്ഥം നിയമസഭാ മ്യൂസിയത്തിൽ EMS സ്മൃതി സജ്ജമാക്കി. AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഈ ഹൈടെക് മ്യൂസിയം വരും തലമുറയ്ക്ക് EMSന് അറിയാനുള്ള മികച്ച പഠനാനുഭവമായിരിക്കുമെന്നതിന് സംശയമില്ല. 15ാം കേരള നിയമസഭയുടെ അവസാനം സമ്മേളനം ഉൾപ്പെടെ സഭയുടെ ഔദ്യോഗിക നടപടികളെല്ലാം ശേഷിക്കുന്ന കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വർഷങ്ങളുടെ കുടിശ്ശികയുണ്ടായിരുന്ന നിയമസഭാ പ്രൊസീഡിംഗ്സുകളുടെ പ്രിന്റിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കഠിന പരിശ്രമമാണ് കാലയളവിൽ നടന്നത്. സാമാജികരുടെയും നിയമസഭയുടെയും പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കെത്തിക്കാൻ അറിവോരം എന്ന പേരിൽ ആരംഭിച്ച പേപ്പർ ദ്വൈമാസിക കൂടുതൽ ആകർഷമാക്കുന്നതിന് പുസ്തക രൂപത്തിൽ അച്ചടിക്കുന്ന തീരുമാനമെടുത്തു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദന്റെ സഭാപ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ VS സഭക്കകത്തും ജനപദങ്ങൾ ഇച്ഛാശക്തി ഇതിഹാസം എന്ന ഗ്രന്ഥം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായി.
പാർലമെന്റ് നടപടിക്രമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് MN കൗൾ, SL ശക്തർ എന്നിവ തയ്യാറാക്കിയ റഫറൻസ് ഗ്രന്ഥത്തിന്റെ സമാനമായി പ്രസിദ്ധീകരിച്ച കേരള നിയമസഭ നടപടിക്രമം കീഴ്വഴക്കങ്ങളും എന്ന ഗ്രന്ഥത്തിന്റെ 3-ാം പതിപ്പും കേരള നിയമസഭ നിയമനിർമ്മാണത്തിന്റെ 7 പതിറ്റാണ്ടുകൾ 57-2026 എന്ന റഫറൻസ് ഗ്രന്ഥവും ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. നിയമസഭാ സമുച്ചയത്തിന്റെ ഭാവി വികസനത്തിനായി നിയമസഭാ ഹോസ്റ്റലിനടുത്ത് 70 സെന്റ് വസ്തു ഏറ്റെടുക്കാൻ 2017 ആരംഭിച്ച നടപടികൾ അന്തിമഘട്ടത്തിലാണ്. വസ്തു അളന്ന് തിരിച്ച് സർവേക്കല്ല് സ്ഥാപിച്ചു. നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള മറ്റു നടപടികൾ പുരോഗമിക്കുന്നു. മാർച്ച് മാസം അവസാനത്തോടെ ഏറ്റെടുക്കാൻ നടപടികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിയമസഭ ഇന്റർനെറ്റ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് സർക്കാർ നിർദ്ദേശപ്രകാരം വിവിധ കമ്പനികളുടെ കണക്ഷൻ ഒഴിവാക്കി ഫോൺ പ്രാഥമിക ഇന്റർനെറ്റ് കണക്ഷനാക്കി. നിയമസഭാ ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം പമ്പ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ്. 13 നിലകളിലായി 60 ഫ്ളാറ്റുകളാണ് പുതിയ കെട്ടിടത്തിലുണ്ടാവുക. ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല. ഈ നിയമസഭാ പദ്ധതി പൂർത്തിയാക്കുന്നതിനായി ഒരു സാങ്കേതിക വിദഗ്ധനെ പ്രോജക്ട് ഡയറക്ടർ നിയമിച്ചു. ക്വസ്റ്റ്യൻ, CPL, ടേബിൾ, ഇൻഹൗസ് മൊബൈൽ ആപ്പ് മോഡ്യൂളുകൾ അവസാന ഘട്ടത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ പ്രൊജക്ട് പൂർത്തിയാക്കുന്നതോടെ 16-ാം കേരള നിയമസഭ അംഗങ്ങൾക്ക് പുതിയ ഈ നിയമസഭ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനാകും. കേരള നിയമസഭയ്ക്കായി പുതിയ ഡൈനാമിക് വെബ്സൈറ്റ് തയ്യാറാക്കുന്നതിന് നിയമസഭാ നടപടിക്രമങ്ങൾക്ക് വെബ്കാസ്റ്റ് ചെയ്യുന്നതിനും പുതിയ വെബ്കാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനും നടപടി സ്വീകരിച്ചു. അതും ഇന്ന് തന്നെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. വെബ്സൈറ്റ് CDITൻ്റെയും വെബ്കാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ IHRDയുടെയും സഹായത്തോടെ തയ്യാറാക്കിയത്. അസംബ്ലി മന്ദിരത്തിലെ സെല്ലാർ 2-ലെ ചെറിയ ഹാളിൽ പരിമിത സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചുവന്ന ശിശു നികേതൻ കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമെന്ന വർഷങ്ങളായുള്ള ആവശ്യം നിയമസഭാ പ്രസിഡന്റ് മുൻവശം പുതിയ കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടതോടെ യാഥാർത്ഥ്യമാവുകയാണ്. 2 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നിയമസഭാ ഡൈനിങ് ഹാൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ആധുനിക സൗകര്യങ്ങളോട് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന 15-ാം കേരള നിയമസഭയുടെ എല്ലാ സമ്മേളനങ്ങളും അനുബന്ധ പരിപാടികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സഹകരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, വിവിധ കക്ഷി നേതാക്കൾ, അംഗങ്ങൾ എന്നിവരെല്ലാം ചേർന്ന് നന്ദി രേഖപ്പെടുന്നു. സഭയുടെ നടപടികളുടെയും പരിപാടികളുമായി സഹകരിച്ച് പ്രവർത്തിച്ച നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും വിവിധ വകുപ്പുകളെയും എല്ലാ ഉദ്യോഗസ്ഥർക്കും ചേർന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സുദൃഢവും സുതാര്യവുമായ ഇടങ്ങളിൽ ഒന്നായ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കാനും അതിലൂടെ പൊതുജനാംഗീകാരം ലഭിച്ച് മഹനീയമായി സഭയുടെ അംഗങ്ങളായി വീണ്ടും എത്തിച്ചേരാൻ അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ചേറിൻ്റെ ഊഷ്മളായ ഭാവങ്ങൾ നേരുന്നു. എല്ലാവർക്കും ഈദുൽ ഫിത്തർ വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എല്ലാ മന്ത്രിമാരും അംഗങ്ങളും പങ്കെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു.